ശരി, എന്തായാലും 63ാമത് കലോത്സവ വേദി സജീവമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. രാവിലെ നേരം പരപരാന്ന് പിളർന്നതേ ഉള്ളൂ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ വേദികളെല്ലാം സജീവമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുടിവെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റ് സംവിധാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ തന്നെ വളരെയധികം സജീവമാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയാൽ പുലരുവോളം മത്സരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വേദികളുടെ എണ്ണം കൂടി, ക്രമീകരണം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായും മത്സരങ്ങൾ കൃത്യസമയത്ത് തീരുന്നുണ്ട്. കൃത്യസമയത്ത് എന്ന് വെച്ചാൽ അധികം അങ്ങ് നീണ്ടുപോകാതെ, രാവിലേക്ക് മാറ്റിവെക്കാതെ അല്ലെങ്കിൽ രാത്രിയിൽ തുടരാതെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിക്കുന്ന നേരത്തിലേക്ക് മാറുന്നുണ്ട്. വേദികളുടെ എണ്ണം കൂട്ടിയത് വലിയൊരു ഘടകമാണ്. ഏതായാലും കുട്ടികൾക്ക് വിശ്രമമില്ലാത്ത കലോത്സവമല്ല, വിശ്രമിക്കാൻ സമയം കൊടുക്കുന്ന ഒരു കലോത്സവമാണ്. കാര്യം സംശയമില്ല. പക്ഷേ നമ്മളെല്ലാവരും ജനം ടിവിയുടെ ടീം വിശ്രമമില്ലാതെ തന്നെ കുട്ടികളെയെല്ലാം പിന്തുടരുന്നുണ്ട്. ഓരോ വേദികളിലും മാറി മാറി നമ്മൾ എത്തുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ ഒപ്പിയെടുക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മൾ വിശ്രമമില്ലാത്ത 5 ദിവസമാണ് ഇനി ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് 3ാമത്തെ ദിനമാണ്. ദിവസം 4-5 ശുഭപര്യവസാനം. അപ്പൊ നമുക്ക് കനകക്കുന്നിൽ നിന്ന് ഇപ്പോൾ ശാലിനിയും മനോജും ചേരുന്നുണ്ട്. ഈ തുടക്കം മുതൽ ഇതുവരെയും ഓടി നടന്ന് എല്ലായിടത്തും എത്താൻ ശ്രമിക്കുന്ന, വിവിധ വേദികളിലെ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന 2 പേരാണ്. 2 പേരെന്ന് വെച്ചാൽ 2 പേരല്ല കേട്ടോ, 10-12 പേര് റിപ്പോർട്ടേഴ്സ്. ആ 2 പേരാണ് ഇപ്പോൾ ഉള്ളത്, ശാലിനിയും മനോജും. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും 63ാമത് കലോത്സവ ആഘോഷത്തിന്റെ 3ാം ദിനമാണ് ഇത്. ശാലിനി, നമുക്ക് എന്താണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വേദികളിലേക്ക് വരുന്നില്ല എന്നൊരു പരാതി കൂടി പറയുന്നുണ്ട്. അത്തരം പരാതികൾ എല്ലാ വേദികളിലും ഉണ്ടോ, അതോ പ്രധാന വേദിയായ നിലയിൽ മാത്രമാണോ ഉള്ളത്? ദേവിക കൃഷ്ണരാജ്, ഒരുപക്ഷെ ഞാൻ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിയാൽ തിരുവനന്തപുരം എനിക്കൊരു 2ാമത്തെ വീടാണ്. ഞാനൊരു വരുത്തയാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കൊല്ലം കലോത്സവം, തിരുവനന്തപുരത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കലോത്സവമൊക്കെ നമ്മൾ കണ്ടു. നിറഞ്ഞ വേദികളായിരുന്നു. ഒരു പക്ഷേ കാണികൾ വലിയ രീതിയിലുള്ള ഒഴുകിയെത്തിയ സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ആദ്യ 2 ദിനങ്ങൾ അവധി ദിവസമൊക്കെ ആയെങ്കിലും കുറവായിരുന്നു ആളുകളുടെ എണ്ണം എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ പല ജനപ്രിയ ഇനങ്ങൾക്കൊക്കെ ആളുകൾ കുറഞ്ഞ് അല്ലെങ്കിൽ വേദികൾ ഉറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 2 പേരെയാണ് കനകക്കുന്നിലേക്ക് ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ അയച്ചത്. പക്ഷേ ഒരാൾ എൻ്റെ കൂടെ മിസ്സാണ്. ഞാനിവിടെ കനകക്കുന്നിൽ എത്തിയതിനു ശേഷം അയാളെ കണ്ടിട്ടില്ല. അയാൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള തിരക്കിൽ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മൾ അയാളെ കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്നും മിസ്സായി പോയ ആളുമായിട്ടായിരിക്കും ഞാൻ തിരികെ മെയിൻ വേദിയിലേക്ക് എത്തുക. എന്തായാലും പോയിന്റ് നിലയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശവും, ഒപ്പം ആദ്യ 2 ദിനങ്ങളിൽ തന്നെ ആ ആവേശം മത്സരാർത്ഥികൾക്കുമുണ്ട്, രക്ഷകർത്താക്കൾക്കുമുണ്ട്, അധ്യാപകർക്കുമുണ്ട്, പോയിന്റ് നിലയിലുമുണ്ട്. എന്തായാലും കണ്ണൂരാണ് ഇന്നത്തെ മത്സര ഇനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയിന്റുകളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 449 പോയിന്റുമായി കണ്ണൂർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരുണ്ട്. 1 പോയിന്റ് വ്യത്യാസത്തിൽ, 448 പോയിന്റ് വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ 448 പോയിന്റുമായി തൃശ്ശൂരാണ് 2ാമത്. 446 പോയിന്റുമായി കോഴിക്കോടും ഒപ്പത്തിനൊപ്പം ഈ ടീമിന് കൂടെയുണ്ട്. 4ാം സ്ഥാനത്ത് പാലക്കാടുമുണ്ട്. പക്ഷേ 3ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജനപ്രിയ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മംഗലം കളി അടക്കമുള്ള ഗോത്രകലകൾ ഇന്ന് പ്രേക്ഷകരിലേക്കും കാണികളുടെ മുൻപിലേക്കും എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നടന്ന മത്സരങ്ങളിൽ ഈ ഗോത്രകലകൾ വേദിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ആഖ്യാനം, അവരുടെ ഡാൻസ്, അവരുടെ പാട്ട് ശീലുകളൊക്കെ ജനം വലിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വന്ന് കനകക്കുന്നിന്റെ മെയിൻ വേദിയാണ് എനിക്ക് തൊട്ട് സമീപത്തുള്ളത്. വേദിക്ക് മുന്നിൽ നിന്നും ഒരു ടീമിനൊപ്പം നമ്മുടെ മനോജിനെ കണ്ടെത്തിയിട്ടുണ്ട്. മനോജ് രാവിലെ തന്നെ വൈബിലാണ്, വൈബ് മൂഡിലാണ്. മനോജിനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ വേദിയിൽ എത്തുന്നത് വരെ മനോജ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനോജും ഒപ്പം ഈ ടീമും പറയും. ഇവരെ തട്ടിക്കൊണ്ടുപോയതാണോ, മംഗലം കളിയിലേക്ക് മനോജിനെയും കൂടെ ചേർക്കാൻ കൊണ്ടുപോയതാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും മനോജിനോട് കൂടി നമുക്ക് ചോദിക്കാം. മനോജ്, എന്താ സംഭവിച്ചത് ഇവിടെ? എന്താ അറിയോ, മലപ്പുഴയാട്ടോ, അതിന്റെ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ആവേശത്തിൽ തന്നെയാണ് രാവിലെയൊക്കെ കനകക്കുന്നിന്റെ ഈ ഒരു പരിസരമൊക്കെ തന്നെ രാവിലെ തന്നെ നമുക്ക് ഈ വാദ്യമേള ഘോഷങ്ങളോടെ കൂടി തന്നെയാണ് ഇവിടെ ആ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നത്. എന്തായാലും ചേട്ടാ, എവിടെയാ സ്ഥലം, എവിടെയാ ഒന്ന് പരിചയപ്പെടുത്തിയ? സ്ഥലം പാലക്കാട് പട്ടാമ്പി ആറങ്ങോട്ടുകാരാണ്. എന്തായാലും രാവിലെ ഇവിടെ എത്തിയത്. ഇനി നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരാനുണ്ടല്ലോ, അവരെന്ന്
പഠിപ്പിക്കാനുണ്ട്. രാവിലെ അതിന് വേണ്ടിയിട്ടാണോ എത്തിയത് നേരത്തെ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് ജില്ലത്തെയും തൃശ്ശൂർ ജില്ലത്തെയും കുട്ടികളുണ്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതായത് ഇടുക്കി ജില്ലയിലെ മറയൂർ കാടുകളിൽ കണ്ടുവരുന്ന സുന്ദരമായിട്ടുള്ള നൃത്തം എന്നറിയപ്പെടുന്ന മലപ്പുലയാട്ടം, മറയൂരാട്ടം എന്നീ വേദിയിൽ തകർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിശീലകരാണ് ഞങ്ങൾ. ശാലിനി, എന്തായാലും ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ 5 ഗോത്ര കലാരൂപങ്ങളെ കൂടെ സ്വീകരിച്ചിരിക്കുന്നു. അത് കാണുവാൻ വേണ്ടിയിട്ട്, അതായത് ഇതുവരെ അതിനെക്കുറിച്ച് അറിയാത്ത നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം ഓരോ പണിനൃത്തം നടന്നു. അതോടൊപ്പം തന്നെ ഓരോ കലാരൂപങ്ങളും ഓരോ ദിവസം നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന കലാരൂപത്തിന് വേണ്ടിയിട്ട് അതിന് ഒരു പ്രാക്ടീസ് എന്ന നിലയിലാണ് ഇവരൊക്കെ ആദ്യമേ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഈ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ശാലിനിക്ക് ഈ കനകക്കുന്നിലേക്ക് എത്തുമ്പോൾ എന്താ, രാവിലെ മുതൽ ഇവിടെ ഒരു വൈബാണല്ലോ, അല്ലെങ്കിലും ഇവിടെ ഒരു വൈബ് തന്നെയാണ്. ഇപ്പോൾ കലോത്സവം കൂടെ ആകുമ്പോൾ പ്രത്യേക വൈബാണ്. എടുത്തു പറയണ്ട, കാരണം ഓരോ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്. സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. കായികം, കലയൊക്കെ നമുക്ക് പിന്നിൽ കാണാൻ രാവിലെ ഇവിടെ നടക്കാൻ എത്തുന്നവരുണ്ട്, അവരുടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. അതിനൊപ്പമാണ് സംഗീതവും. ഒപ്പം തന്നെ ഒരുപാട് നാൾ ഞാനൊന്നും കേട്ടിട്ട് പോലും ഇല്ല ഈ മലപ്പുലയാട്ടം എന്താണ്, പണിയ നൃത്തം എന്താണ്, പളിയ നൃത്തം എന്താണ്, ഇതൊക്കെ എന്താണ്. നമ്മൾ പുള്ളുവൻ പാട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന കലാരൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ എടുത്ത ഈ അതിജീവനത്തിന്റെ കലോത്സവമായി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ 5 കലാരൂപങ്ങൾക്കാണ്. അതെന്തായാലും നമുക്ക് മാത്രമല്ല, ഒരുപക്ഷെ സാധാരണ അറിയാൻ വയ്യാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നത് മാത്രമല്ല, ഇത്രയധികമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അധ്യാപകരെ ഇവരറിയപ്പെടുന്ന ഈ അധ്യാപകർക്കടക്കമുള്ളവർക്ക് ഒരു ജീവിത മാർഗം കൂടിയാണ്. അതിനെ കൂടി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഓരോ ആളുകളും 12, 13 ടീമും ഒക്കെ ആയിട്ടാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ തിരുവനന്തപുരത്ത് അനന്തപുരിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കല ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സർക്കാർ അതിനെടുത്ത ഇനിഷ്യേറ്റീവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇതെന്താണ് ഇതെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പൊതുവേ കുട്ടികളുടെ വിചാരം ഗോത്ര നൃത്തം, അതായത് ഒരു ആദിവാസി നൃത്തം, ട്രൈബൽ ഡാൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിചാരം ഈ ബാംബു ബോയ്സ് ഒക്കെ പോലുള്ള കോസ്റ്റ്യൂം ഇട്ട് കളിക്കണം. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ തിരുത്താൻ കൂടി ഇതിന് സാധിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പിള്ളേരിലേക്ക് എന്നതിലുപരി കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് അറിയപ്പെട്ടു. ഇപ്പോൾ ഇന്ന് മലപ്പുലയാട്ടാണെങ്കിൽ നാളെ പളിയ നൃത്തം വേദിയിലെത്താണ്. ഇപ്പോൾ മംഗലം കളിയും അതേപോലെ തന്നെ നമ്മുടെ പണിയ നൃത്തവും വിരള നൃത്തമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കലയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഇത് ഒരുപാട് സഹായകമായി. അതേപോലെ തന്നെ ഊരുകളിൽ നിന്ന് ഒരുപാട് പേര് ഇതിനെത്തി. അതെ, തീർച്ചയായും ഊരുകളിൽ നിന്നും ഇന്ന് ഈ അരങ്ങിലേക്ക് എത്തുകയാണ് ഓരോ കലാരൂപങ്ങളും. അതായാലും രാവിലെ നമ്മൾ ഇവരുടെ ഈ താളമൊക്കെ കേട്ടു. എന്തായാലും ഒരു പാട്ടും കൂടെ ആവാം. ഈ ഒരു ടീം രാവിലെ മുതൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആക്റ്റീവാണ്. എന്തായാലും നമുക്കൊരു പാട്ടും കൂടെ ആയാലോ? നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു കലാരൂപം കൂടി നമ്മുടെ ഈ കലോത്സവത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലയാണ് ഇരുള നൃത്തം. അപ്പോൾ ഇരുള നൃത്തത്തിന്റെ ഒരു പാട്ട്, അതായത് എന്ന് പറയുന്നതിനപ്പുറം ഇവിടെ നൃത്തം എന്താണെന്നും കൂടി പ്രേക്ഷകർക്ക് പറയണം. ഞാനൊക്കെ ആദ്യം കേട്ടത് നമ്മളിവിടെ പട്ടം സ്കൂളിൽ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്നൊക്കെയാണ്. മരണ വീട്ടിലും ഒപ്പം കല്യാണ വീട്ടിലും ഒക്കെ വട്ടം വെച്ച് ചുവടുകൾ വെച്ച് അവർ കളിക്കുന്നു. അവരുടേതായിട്ട് ഒരു തനത് ശൈലിയുണ്ട്, വനവാസികളുടേതായിട്ടുള്ള തനത് ശൈലി. അപ്പം ആ ഒരു പിന്നോക്കം നിന്ന ആളുകളെ വേദികളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന സർക്കാരിന് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ഇത്തരം ആളുകൾക്ക് ഒരു അവസരമായി. അപ്പോൾ ആ ഇരുള നൃത്തം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേൾക്കാം. മലപ്പുലയാട്ടത്തിന്റെ വാദ്യങ്ങളിലൂടെ ഞങ്ങൾ ഇരുള നൃത്തത്തിന്റെ പാട്ടുപാടാണ്. വെറൈറ്റി ആണ്. സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ സോദോ ലാമിദേ ആദക ചക്കോ ആപ്പിടി പോട് ഓടമാട് ആ കറുമ്പ് ചെല്ല് സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ. ലാലേ ലാലേ ലാലാലേ ലാലേ ലാലേ ലാലാലേ അതില്ലേലേലോ ലേലേലോ ദിലലേലേലോ ലേലേലോ. ആദകച്ചക്കോ ആപ്പടി പോട് ആയിപ്പടി പോട് ആ കാരമാട് സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ. ഇത് കേട്ടപ്പോഴേ നമുക്ക് ആരെ ഓർമ്മ എന്നറിയോ? നഞ്ചിയമ്മ.
അതെ തീർച്ചയായും. നഞ്ചിയമ്മയുടെ ആ സിനിമ നമ്മൾ കണ്ടില്ലേ, അയ്യപ്പനും കോശിയും, അതിലെ ഒരു പാട്ട് നമുക്ക് ഇവിടെ കേട്ട പോലെ തോന്നി. എന്തെങ്കിലും സാമ്യം ഇതുമായിട്ടുണ്ടോ? അതെ തീർച്ചയായിട്ടും. നെഞ്ചിയമ്മ നമ്മുടെ പാരമ്പര്യമായിട്ട് ഇരുള നൃത്ത കലാകാരിയാണ്. ഇരുള നൃത്തത്തിലൂടെയാണ് നെഞ്ചിയമ്മ അമ്മ സിനിമയിലേക്ക് വരുന്നതും പാട്ട് പാടുന്നതും. തീർച്ചയായും. അപ്പോൾ ആ ഇരുളനൃത്തത്തിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് നഞ്ചിയമ്മ എത്തിയതും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചക്കാരെ നമുക്കിന്ന് പാലക്കാടിൻ്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റും. ഒരു പ്രത്യേകത കൂടിയാണ്, ഞാനിവിടെ വന്ന് തട്ടിയപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇത് ശരിക്കും ഒരു മൃഗത്തിന്റെയാണ്, കാളയുടെ തോല് വെച്ചിട്ട് ഒറിജിനൽ തോല് തന്നെ. വാദ്യങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. ഇത് കിടുമുട്ടി എന്നറിയപ്പെടുന്ന വാദ്യമാണ്. ഇത് ഉറുമി, അതായത് വാദ്യങ്ങളൊന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ ഈ ഉറുമി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കൊണ്ടുവന്നത് ഉറുമി. അതേപോലെ ഇത് നഗാര എന്ന് പറഞ്ഞാൽ പളിയ നൃത്തത്തിനും ഉപയോഗിക്കുന്ന വാദ്യമാണ് നഗാര. ഇത് ചിക്കുവാദ്യം. ഇനി ദമ്പട്ടെ ചപ്പട്ട പറഞ്ഞിട്ടൊരു വാദ്യം കൂടിയുണ്ട്. അത് നമ്മുടെ പഠിതാക്കളുടെ കയ്യിലാണ് ആ വാദ്യം ഉള്ളത്. ഇതിൽ തൊടുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഇതിന്റെ ദേഹത്ത് തൊടുന്ന മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കനകക്കുന്നിൽ എന്തായാലും ഇവർ പൊളിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ വേദി ഉണരും. അതിന്റെ ഒരു കാത്തിരിപ്പിലാണ് നമ്മളുള്ളത്. ബിയോനോജിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു അതിയത്തിൽ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ ഈ പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ ഈ ഗോത്ര കലാരൂപങ്ങളുടെ കൂടുതലായി ഉള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ അവർക്ക് പെട്ടെന്ന് വഴങ്ങുന്നുണ്ടോ? അവരെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി, പരിശീലിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കായികാധ്വാനം കൂടുതലായിട്ടുള്ള കലാരൂപങ്ങളാണ് എല്ലാ ട്രൈബൽ ഡാൻസ്, 5 ട്രൈബൽ ഡാൻസും. അപ്പോൾ പിള്ളേർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശാരീരിക ക്ഷമതയ്ക്ക് വരാൻ സമയമെടുക്കും. അപ്പോൾ കൂടുതലായിട്ട് ശാരീരികക്ഷമത വേണ്ട ആർട്ട് ഫോമാണ് അതേപോലെ മലപുലയാട്ടം എന്ന് പറയുന്നത്. മലപുലയാട്ടത്തിന് ആദ്യത്തെ 3 ദിവസമൊക്കെ കളിക്കുമ്പോൾ പിള്ളേർ കാലുമ്മ, അതായത് നമ്മൾ ഓവറായിട്ട് ചവിട്ടുമ്പോൾ പൊള്ളം, അതായത് വീർപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെയ്യാണ്ട് ചില പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവരിത് കാണുന്നതും എന്താ പറയുക കളിക്കുന്നതും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ്. എന്തായാലും ഈ കലാരൂപം ഇന്ന് നമുക്ക് ഈ കബനി നദി വേദിയിൽ കാണാൻ സാധിക്കും. ഈ ആരോഗ്യത്തിൻ്റെ അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമതയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ കനകക്കുന്നിൽ രാവിലെ മുതൽ കളി തുടങ്ങി. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും അങ്ങനെ 3 ദിവസമായിട്ട് കലോത്സവം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതും വിവിധ പുഴകളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വേദി 15-ലാണ്, കബനിയിലാണ്. കബനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ സ്വന്തം കബനി നദി. ആ കബനി നദി ഒഴുകുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ ആളുകളും ഉള്ളത്. എന്തായാലും വിജയേട്ടാ ഇങ്ങോട്ടേക്കൊന്ന് വരും. അവരുടെ കളിയുടെ ഇടയിലേക്ക് നമുക്ക് കയറി അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആളുകൾ രാവിലെ മുതൽ തന്നെ ഉണ്ട്. സജീവമാണ് കനകക്കുന്ന്. നമുക്കറിയാം എപ്പോഴും രാവിലെ നടക്കാനിറക്കുന്ന, പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഒപ്പം ഇവിടെ വന്ന് മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഒന്ന് കലയോടൊപ്പം തന്നെ പ്രധാനമാണ് ആരോഗ്യം. ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ് എന്നുള്ളത് അവർ തന്നെ പറയും. ഈ കലയും ആരോഗ്യം തമ്മിലുള്ള ഇഴുകിച്ചേരൽ എങ്ങനെയാണ്? ചേട്ടാ, എങ്ങനെയുണ്ട് രാവിലത്തെ ഈ കലോത്സവ വൈബും ഒപ്പം നിങ്ങളുടെ ഈ ആരോഗ്യവും രാവിലത്തെ ഈ മുടങ്ങാതെയുള്ള പ്രാക്ടീസും? കലോത്സവം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അടിച്ച് പൊളിക്കുകയല്ലേ. എല്ലാവരും കുട്ടികൾ 4-5 വേദികളിലായിട്ട് തകർക്കുന്നു. അതോടൊപ്പം തന്നെ രാവിലെ ഞങ്ങൾ നടക്കാൻ വരുമ്പം അവരിവിടെയുണ്ട്. അവരുടെ ഒരു മാമാങ്കം ഇത് നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. അത് പഴയ കലോത്സവ ഓർമ്മകൾ അങ്ങനെ പങ്കുവയ്ക്കാറുണ്ട്? പഴയ കലോത്സവം ഇത്ര വൈബില്ലല്ലോ. ഇപ്പോഴാണ് കുട്ടികൾ അതോടൊപ്പം കൂടുതൽ സഹകരിക്കുന്നു, അവരോടൊപ്പം കൂടുതൽ നേരം പങ്കെടുക്കുന്നു. പേരൻസിന് അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നു. പണ്ട് അങ്ങനെ പേരൻസ് കുട്ടികളോടൊപ്പം കൂടാറില്ലായിരുന്നു. ഇന്നിപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി അവർ അകമഴിഞ്ഞ് ഇറങ്ങുകയല്ലേ എല്ലാ പരിപാടികൾക്കും. താങ്ക് യു. എങ്ങനെയുണ്ട് രാവിലെ ആരോഗ്യം? ഇവിടെ മേള നടക്കാൻ പോകുന്നു, കാണാനൊക്കെ പറ്റിയോ? കലോത്സവത്തിലൊക്കെ പോയി ഇന്നും പോകും. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അനന്തപുരിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് നിങ്ങളുടെ? എന്തായാലും നന്നായി. ഇത്ര 8 വർഷത്തിന് ശേഷമല്ലേ വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നല്ലത് തന്നെയാണ്. ഇതാ നല്ലൊരു പാട്ടുകാരി അവിടെ ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. മംഗല കളി കേട്ടു. അപ്പൊ അവരുടെ കലാരൂപങ്ങളെ പറ്റി മനസ്സിലാക്കി. നമുക്കിനി ഒരു പാട്ടിലേക്ക് കൂടി പോയല്ലേ മനോജ്? പാട്ടുകാരി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ സിനിമ സീരിയൽ താരം കൂടെയാണ്. പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി ചേച്ചിയാണ് ഇവിടെ രാവിലെ എത്തിയിട്ടുള്ളത്. എന്തായാലും ശരി. എന്തായാലും കലോത്സവ വിശേഷങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല.